1 2 3 4 5 6 7 8 9 10 11 12 13 എവിടെ ഒളിക്കും? നമുക്ക് ആ മരത്തിന്റെ പുറകിൽ ഒളിച്ചാലോ? ഏയ്, അത് വേണ്ട. നമ്മൾ രണ്ടുപേരും കൂടി ഒരു സ്ഥലത്ത് ഒളിച്ചാൽ അവൻ രണ്ടുപേരെയും ഒരുമിച്ച് കണ്ടുപിടിക്കും. ഒരു കാര്യം ചെയ്യാം, നീ അവിടെ ഒളിച്ചോ, ഞാൻ വേറൊരു സ്ഥലം കണ്ടുപിടിക്കാം. ശരി, എന്നാൽ ഞാൻ അവിടെ ഒളിക്കാം. ഇനി ഞാൻ എവിടെ ഒളിക്കും? ആ പട്ടക്കൊടയുടെ അടിയിൽ ഒളിക്കാം. ഇതിന്റെ അടിയിൽ ഇരുന്നാൽ ആരും കണ്ടുപിടിക്കില്ല. 95 96 97 98 100 ഇവരെവിടെയാണ് ഒളിച്ചിരിക്കുന്നത്? അമ്പടി കള്ളി, ഇതിനകത്തൊളിച്ചാൽ ഞാൻ കണ്ടുപിടിക്കില്ലെന്ന് വിചാരിച്ചല്ലേ? കണ്ടുപിടിച്ചേ കണ്ടുപിടിച്ചേ. ഇനി ഈ ഗോപി എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്നൊന്ന് നോക്കട്ടെ. അതാ അവൻ മറഞ്ഞിരിക്കുന്നു. ഇപ്പ ശരിയാക്കാം. ഹായ്, അടുക്കളയിൽ നിന്ന് നല്ല ഉണ്ണിയപ്പത്തിന്റെ മണം വരുന്നല്ലോ. ശരിയാ, വാ നമുക്ക് പോയി കഴിക്കാം. വിശന്നിട്ടു വയ്യ. അമ്മേ, എന്തിനാ പാത്രം തട്ടിപ്പറിച്ചേ? അപ്പൂട്ടാ, ഇത് നിങ്ങൾക്ക് മാത്രം കഴിക്കാൻ വേണ്ടിയുള്ളതല്ല. വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം എല്ലാവരും പങ്കിട്ടെടുത്ത് വേണം കഴിക്കാൻ. ആദ്യം 3 പേരും പോയി കൈ കഴുകിയിട്ട് വന്നേ. കണ്ടില്ലേ, കൈ നിറയെ മണ്ണും ചെളിയുമാണ്. അപ്പൂട്ടാ, അമ്മ പറഞ്ഞതാണ് ശരി. വാ, കൈ കഴുകി വൃത്തിയായി വരാം. വാ, ഇനി പോയി ഉണ്ണിയപ്പം കഴിക്കാം. എന്താ അപ്പൂട്ടാ, നിനക്ക് ഉണ്ണിയപ്പം വേണ്ടേ? ഇപ്പൊ ക്ലീൻ. ആഹാ, അപ്പുണ്ണി മിടുക്കനായല്ലോ. അപ്പ ഞാനോ? നീയും മിടുക്കൻ തന്നെ. അപ്പ ഞാനോ? നീ പണ്ടേ മിടുക്കിയല്ലേ. ഒരിക്കൽ സുന്ദര ഗ്രാമത്തിൽ ജോമോൻ എന്നൊരു കുട്ടിയുണ്ടായിരുന്നു. അല്പം ദൂരെയുള്ള സ്കൂളിൽ എന്നും ജോമോൻ നടന്നായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ജോമോൻ സ്കൂൾ വിട്ട് വളരെ ക്ഷീണിച്ച് നടന്നു വരികയായിരുന്നു. ക്ലാസ് കഴിഞ്ഞ് കുട്ടികളെല്ലാവരും മുൻപേ പോയി. പാവം ജോമോൻ വണ്ണം കാരണം പതിയെയായിരുന്നു നടന്നിരുന്നത്.
പതിയെ മാവിൻ തോട്ടത്തിലേക്ക് കയറി. കുട്ടികൾ മാവിലെറിയുന്നതും നോക്കി നിന്നു. ഹായ്, എന്തുമാത്രം മാങ്ങകളാണ് മാവിൽ! ഒരെണ്ണം കിട്ടിയാ തിന്നാമായിരുന്നു. ആ, ഇതാര്? നമ്മുടെ തടിയൻ ജോമോനല്ലേ? എന്താണ് ഇവിടെ? അവന് നടക്കാൻ പറ്റുന്നുണ്ടാവില്ല. കൂട്ടുകാരെ, എനിക്കൊരു മാങ്ങ തരാമോ? അമ്പോ, ഇവൻ പറയണത് കേട്ടോ ചങ്ങാതിമാരെ? ഇവന് മാങ്ങ വേണമെന്ന്. നിനക്ക് വേണേ നീ എറിഞ്ഞിട്. പാവം ജോമോൻ വളരെ വിഷമത്തിലായി. അവന് ഉയരത്തിൽ കല്ലെറിയാൻ പറ്റില്ലായിരുന്നു. എനിക്ക് ഒരെണ്ണം തരുമോ? ഇല്ല, തരില്ല. ഞാൻ നിങ്ങൾക്ക് എന്റെ കളർ പെൻസിൽ തരാം. ആർക്ക് വേണം നിന്റെ പെൻസിൽ? ഞങ്ങൾക്കും ഉണ്ട്. എന്നാ ഞാൻ എന്റെ ഈ വാട്ടർ ബോട്ടിൽ തരട്ടെ. അയ്യേ, ഞങ്ങൾക്ക് വേണ്ട നിന്റെ പഴയ ബോട്ടിൽ. നീ എന്ത് തന്നാലും മാങ്ങ ഞങ്ങൾ തരില്ല. ഈ തടിയനൊരു മണ്ടൻ തന്നെ. കഷ്ടം. ഈ സമയത്ത് ഇതൊക്കെ കണ്ടും കേട്ടും മരത്തിന്റെ ഇലപ്പടർപ്പുകൾക്കിടയിൽ ഒരു കുരങ്ങച്ചൻ ഇരിപ്പുണ്ടായിരുന്നു. പാവം പയ്യൻ, അവനെ എല്ലാവരും കൂടി പരിഹസിക്കുകയാണ്. എങ്ങനെ അവനെ സഹായിക്കാം? ഓഹോ, ഹായ് ഹായ്, പഴുത്ത മാങ്ങ. എന്താ ചങ്ങാതി നമ്മൾ കണ്ടത്? നമ്മൾ ജോമോനെ കളിയാക്കണ്ടായിരുന്നു. അതെ അതെ, ജോമോന് മാങ്ങ കൊടുത്തിരുന്നാൽ അവൻ നമുക്കും മാമ്പഴം തന്നേനെ. ഇനി എങ്ങനെ ചോദിക്കും? ഹായ് ഹായ്, എന്തു മധുരം! തേനിനാണോ ഈ മാമ്പഴത്തിനാണോ മധുരം? സംശയമില്ല, ഈ മാമ്പഴത്തിന് തന്നെ. കൂട്ടുകാരാ ജോമോനെ, എനിക്കൊരു മാമ്പഴം തരാമോ? ഒരു മാമ്പഴം തരുമോ കൂട്ടുകാരാ? ഞങ്ങൾ എല്ലാവരും കൂടി പങ്കിട്ട് കഴിച്ചോളാം. അതിനെന്താ, ഇങ്ങ് വാ. ഇതാ കഴിച്ചോളൂ, എല്ലാവരും കഴിച്ചോളൂ. ഞങ്ങളോട് ക്ഷമിക്ക് കൂട്ടുകാരാ. എന്തിന്? ഞങ്ങൾ മാങ്ങ തരാത്തതിനും തടിയാന്ന് വിളിച്ചതിനും. അതൊന്നും സാരമില്ല, നിങ്ങളിപ്പോ എന്റെ ചങ്ങാതിമാരായല്ലോ, അതു മതി. പച്ചമാങ്ങ കിട്ടി, പഴുത്ത മാങ്ങ കിട്ടി, ഞങ്ങൾക്ക് നല്ലൊരു ചങ്ങാതിയും കിട്ടി. പച്ചമാങ്ങ കിട്ടി, പഴുത്ത മാങ്ങ കിട്ടി, ഞങ്ങൾക്ക് നല്ലൊരു ചങ്ങാതിയും കിട്ടി. അങ്ങനെ നന്മയുള്ള ജോമോന് നിറയെ മാമ്പഴവും കിട്ടി, നിറയെ കൂട്ടുകാരെയും കിട്ടി. മനുവും വിക്കിയും കൂട്ടുകാരും അയൽക്കാരുമാണ്. കറങ്ങി നടന്ന് കാഴ്ചകൾ കാണുക രണ്ടുപേരുടെയും ഇഷ്ടവിനോദമാണ്.
മനു, അതാ അത് കണ്ടോ? അതാണ് ഞാൻ പറഞ്ഞ അമ്പൽക്കുളം. വിക്കി, നീ ആള് കൊള്ളാലോ. ഈ സ്ഥലമൊക്കെ നീ എങ്ങനെ കണ്ടുപിടിച്ചു? അതോ, മുമ്പൊരു ദിവസം ഞാൻ അച്ഛന്റെ കൂടെ ബൈക്കിൽ ഇതുവഴി പോയിരുന്നു. അന്നേ ഞാൻ നോക്കി വെച്ചതാ. എന്തായാലും കൊള്ളാം, അടിപൊളി. ഇത്ര മീനുകൾ! ഓ, എന്തൊരു ഭംഗിയാണ് അതിനെ കാണാൻ. പല നിറത്തിലുള്ള മീനുകൾ നമ്മളെപ്പോലെ തന്നെ ഓടിച്ചാടി കളിക്കുന്നു. നമുക്ക് ഈ മീനുകൾക്ക് തിന്നാൻ എന്തെങ്കിലും കൊണ്ടുവരാമായിരുന്നു. അതെ അതെ, നമുക്ക് നാളെ ഇവറ്റകൾക്ക് തീറ്റ കൊണ്ടുവരാം. കൂടെ ഒരു ചൂണ്ടയും. ചൂണ്ടയോ? അതെന്തിനാ? ചൂണ്ടയിൽ തീറ്റ വെച്ച് വെള്ളത്തിലേക്ക് ഇടണം. അപ്പോൾ മീനുകൾ അത് കൊത്തും. ആ സമയത്ത് ചൂണ്ട വലിച്ച് മീനെ പിടിക്കാം. അയ്യോ വിക്കി, ഞാൻ മീനെ പിടിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. നമുക്ക് മീനുകൾക്ക് തീറ്റ കൊടുക്കാം. അപ്പോൾ മീനുകൾ കൂടുതൽ സന്തോഷത്തോടെ തുള്ളിച്ചാടും. മനു, ഈ മീനുകൾ ഇവിടെ ഇങ്ങനെ തുള്ളിച്ചാടിയിട്ട് നമുക്കെന്ത് കാര്യം? ഇതിനെ പിടിച്ച് വീട്ടിൽ ഫിഷ് ടാങ്കിൽ കൊണ്ടുപോയി ഇടാം. അതൊന്നും വേണ്ട വിക്കി. നീ പേടിക്കാതിരി. ഒരു കാര്യം ചെയ്യാം, ചൂണ്ടൊന്നും വേണ്ട. മീൻ പിടിക്കാനേ ഒരു ചെറിയ വല തന്നെ കൊണ്ടുവരാം. വേണ്ട വേണ്ട, നമുക്കെന്നും ഇവിടെ വന്ന് ഈ കുളത്തിന്റെ ഭംഗിയും നിറമുള്ള മീനുകളെയും എല്ലാം കണ്ട് ആസ്വദിച്ച് തിരിച്ചു പോവാം. ഞാൻ എന്തായാലും നാളെ വലയും കൊണ്ടുവന്ന് മീനിനെ പിടിക്കും. നീ ഇവിടെ ചുമ്മാതിരുന്ന് ഞാൻ മീൻ പിടിക്കുന്നത് കണ്ട് ആസ്വദിച്ചോ. അപ്പൊ അതാണ് യവന്മാരുടെ മനസ്സിലിരിപ്പ്. പാവം മീനുകൾ ഇതൊന്നും അറിയാതെ അവന്മാരുടെ മുന്നിൽ തുള്ളിക്കളിക്കുന്നു. എങ്ങനെയെങ്കിലും മീനുകളെ ഈ വിവരം അറിയിക്കണം. തവളച്ചേട്ടാ, എന്താ മുഖത്തൊരു ഗൗരവം? വാ, നമുക്ക് കളിക്കാം. നിങ്ങൾ ഇങ്ങനെ ചുറ്റും നടക്കുന്നതൊന്നും അറിയാതെ കളിച്ചോണ്ടിരുന്നോ? ആ കുട്ടികൾ നിങ്ങളെ നോക്കി പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? അവരെന്താ പറഞ്ഞത് തവളച്ചേട്ടാ? നാളെ അവർ വലയുമായി വന്ന് നിങ്ങളെ പിടിച്ചോണ്ട് പോകുമെന്ന്. അയ്യോ, നമ്മളിനി എന്ത് ചെയ്യും? നമ്മളിനി എങ്ങോട്ട് പോകും? തവളച്ചേട്ടാ, എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരുമോ? ഓ, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളൊക്കെ ചെറിയ ജീവികൾ, അവർ മനുഷ്യരാണ്. നിങ്ങളെ പിടിക്കാൻ അവർക്കൊരു ചൂണ്ടയോ വലയോ മാത്രം മതി. എന്നാലും നമുക്കും ജീവിച്ചു പോകണ്ടേ? ഒരു കാര്യം ചെയ്യാം. എന്താ തവളച്ചേട്ടാ, എന്താണ് ആ വഴി? നമ്മൾ രക്ഷപ്പെടുമോ? തൊട്ടപ്പുറത്ത് ഒരു കാലൻ ഞണ്ടുണ്ട്. ആളിത്തിരി ദേഷ്യക്കാരനാണ്. പക്ഷേ അവൻ വിചാരിച്ചാൽ ചിലപ്പോ നിങ്ങളെ രക്ഷിക്കാൻ പറ്റും. ഞാനൊന്നു പോയി കണ്ടിട്ട് വരാം. എങ്ങനെയെങ്കിലും മീനുകളെ രക്ഷിച്ചേ മതിയാവൂ എന്ന് തീരുമാനിച്ചുറച്ച തവളച്ചേട്ടൻ കാലൻ ഞണ്ടിനെ അന്വേഷിച്ചു പോയി. അതാ അവിടെ ഒരു കല്ലിനടിയിൽ കാലൻ ഞണ്ട് സുഖമായി കിടന്നുറങ്ങുന്നു. തവള പതുക്കെ പതുക്കെ ഞണ്ടിനടുത്തേക്ക് പോയി. എന്താടാ, ഉറങ്ങാനും സമ്മതിക്കില്ലേ? ഒരു സഹായം വേണം. ഇപ്പൊ സഹായിക്കാനൊന്നും പറ്റില്ല. നീ പോയി പിന്നെ വാ. ഇത്രയും ശക്തനായ കാലൻ ഞണ്ട് ഇവിടെ ഉണ്ടായിട്ടും ഇവിടത്തെ ജീവികൾക്ക് ഒരു ഉപകാരവുമില്ലല്ലോ. നീ എന്നെ അധിക്ഷേപിക്കുന്നു. കാര്യം പറ. അപ്പുറത്തെ ആമ്പൽക്കുളത്തില് ആ പാവം മീനുകൾക്ക് എന്തു പറ്റി? ഇതിൽ കൂടുതൽ എന്തു പറ്റാനാ ചേട്ടാ? ഇന്ന് 2 കുട്ടികൾ അവിടെ വന്ന് മീനുകളെ മൊത്തം പിടിച്ചുകൊണ്ട് പോകാൻ പദ്ധതിയിട്ടിരിക്കുന്നു. നമ്മൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നമ്മുടെ ആമ്പൽക്കുളത്തിൽ ഒരു മീൻ പോലും ബാക്കിയുണ്ടാവില്ല. നാളെ അവർ വലയുമായി വരും. സംഗതി കുറച്ച് കടുപ്പമാണ്. അപ്പോ എന്തു ചെയ്യും? എന്തെങ്കിലും ചെയ്യാതെ പറ്റില്ല. നമ്മുടെ ഒപ്പമുള്ളവരെ എന്തു വില കൊടുത്തു നമ്മൾ രക്ഷിക്കണം. നീ ഒരു കാര്യം ചെയ്, ആ മീനുകളോട് പോയി സമാധാനമായി ഇരിക്കാൻ പറ. ഞാൻ നാളെ വന്ന് ആ കുട്ടികൾക്കൊരു പണി കൊടുക്കാം. മനു, നീ ആദ്യം ബക്കറ്റിൽ വെള്ളം നിറയ്ക്കണം. ഞാൻ വലയിട്ട് മീനുകളെ പിടിച്ച് കരയിലേക്കിടും.
നീ അതെല്ലാം പറക്കിയെടുത്ത് ബക്കറ്റിലേക്ക് ഇടണം. ഒന്നുപോലും തിരിച്ച് വെള്ളത്തിലേക്ക് പോകരുതേ. ശരി, അത് ഞാൻ ഏറ്റു. ഇന്ന് നമ്മൾ കലക്കും. ഈ ബക്കറ്റ് നിറയെ മീനുകളുമായി വീട്ടിൽ ചെല്ലുമ്പോൾ എല്ലാരും ഞെട്ടും. നിന്റെ അച്ഛൻ പുതിയ ഫിഷ് ടാങ്ക് വാങ്ങാനായി ഓടും. കുറെ എണ്ണത്തിന് നീ നിന്റെ വീട്ടിലേക്കും കൊണ്ടുവയ്ക്കോ. നമ്മുടെ കൂട്ടുകാർക്കും കുറച്ച് കൊടുക്കാം. ഓ, അവന്മാരിങ് എത്തിയല്ലോ. ഞാനൊരു പണി ഒപ്പിക്കാം. നീ ഇവിടെ ഇരിക്കും. അയ്യോ, ഞണ്ട് ഞണ്ട് ഞണ്ട്. വിക്കി, ഓടിക്കോ. പേടിക്കണ്ട മനു, ഇതിന് ഞാൻ ഇപ്പൊ ശരിയാക്കാം. അയ്യോ അയ്യോ. അങ്ങനെ മീനുകൾ ഒരു വലിയ ആപത്തിൽ നിന്നും രക്ഷപ്പെട്ടു. തവളച്ചേട്ടന്റെ സമയോചിതമായ ഇടപെടലും ഞണ്ടിന്റെ ശക്തിയും ധൈര്യവും എല്ലാം ഒരുമിച്ച് ചേർത്ത് അവരാ അപകടത്തെ വിജയകരമായി നേരിട്ടു. അവരുടെ ഒത്തൊരുമിച്ചുള്ള ഈ ചെറുത്തുനിൽപ്പിൽ പേടിച്ചുപോയ മനുവും വിക്കിയും പിന്നീട് ഒരിക്കലും ആ വഴിക്ക് വന്നില്ല. പതിവ് പോലെ വൈകുന്നേരം ദേവൂട്ടിയും കൂട്ടുകാരും കൂടി മുത്തശ്ശി മാവിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് കളിക്കുകയായിരുന്നു. അച്ചു, എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ. നീ കള്ളക്കളിയാണ് കളിക്കുന്നത്. അയ്യോ, ഞാനങ്ങനെ ചെയ്യോ? ഓ, നിങ്ങൾ വഴക്കുണ്ടാക്കാതെ നമുക്ക് ആദ്യം മുതൽ എണ്ണിത്തിരിക്കാം. എന്നാ ഞാൻ എണ്ണും. ശരി. 1 2 3 4 5 6. ആരെനിക്ക് വെള്ളം തന്നു, വെള്ളം ഞാൻ ചെടിക്കൊഴിച്ചു, ചെടി എനിക്ക് പൂവ് തന്നു, പൂവ് ഞാൻ അമ്മയ്ക്ക് കൊടുത്തു, അമ്മ എനിക്ക് ചോറ് തന്നു, ചോറ് ഞാൻ പട്ടിക്ക് കൊടുത്തു, പട്ടി എന്നെ കടിച്ചു. ബൗ ബൗ ബൗ, കുഞ്ഞുട്ടി പുറത്തായി, കുഞ്ഞുട്ടി പുറത്തായി. അതെങ്ങനെ? നീ കള്ളം പറയാ. ഞാൻ സമ്മതിക്കില്ല. സമ്മതിക്കില്ലെന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല. സമ്മതിച്ചേ പറ്റൂ. നിങ്ങൾ വഴക്കുണ്ടാക്കിക്കോ. അപ്പോഴേക്ക് ഞാനിത് നിന്ന് തീർക്കാം. അമ്പട കേമ തീപ്പട്ടി കോലെ വരയ്ക്കുമ്പോ കത്തുമ്പോ ചിരിക്കും. ഒന്ന് നിർത്തി പിള്ളേരെ, ആ കിളി പോലും ചിരിക്കുന്നുണ്ടാവും. കുട്ടികളുടെ കുസൃതിയും കുറുമ്പുമെല്ലാം മുത്തശ്ശി മാവിന്റെ ചില്ലയിലിരുന്നു കൊണ്ട് ഒരു മഞ്ഞക്കിളി കാണുന്നുണ്ടായിരുന്നു. ഈ കുട്ടികളുടെ ഒരു കാര്യമേ, കുസൃതി കുരുന്നുകൾ തന്നെ. എന്തായാലും ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം തോന്നുന്നുണ്ട്. നാളെ നിങ്ങളും ആ കുട്ടികളെ പോലെ പിണങ്ങുകയും ഇണങ്ങുകയും ഒക്കെ ചെയ്യും. അതും ഞാൻ കണ്ട് സന്തോഷിക്കും. കുഞ്ഞുട്ടിയും കള്ളക്കളിയാണ്. അമ്പടി കേമി, നിനക്ക് ജയിക്കാൻ വേണ്ടിയിട്ടല്ലേ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്കറിയാം മോളെ നിന്റെ അടവൊക്കെ. ഞാനോ? ഞാൻ എന്തിനാ കള്ളം പറഞ്ഞ് നിങ്ങളെ പുറത്താക്കുന്നത്? എനിക്ക് അല്ലാതെ ജയിക്കാൻ അറിയാം. നിങ്ങൾ ആദ്യം അതൊന്ന് തിന്നറക്ക്. വേണ്ടെങ്കി എനിക്ക് തന്നേക്ക്. എടാ, നീയല്ലേ ഇത് കൊണ്ടുവന്നത്, എന്നിട്ട് നീ തന്നെ ചോദിക്കുന്നു. ആ സമയം മുത്തശ്ശി മാവിന്റെ അടുത്തേക്ക് ഒരു വേടൻ വരുന്നുണ്ടായിരുന്നു. അയാൾ ചുറ്റും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആഹാ, ഇതൊരു നല്ല സ്ഥലം തന്നെ. ഇവിടെ എന്തായാലും പക്ഷികളുണ്ടാവും. അതൊരു അപൂർവ ഇനം പക്ഷി തന്നെ, സംശയമില്ല. ഇത് തന്നെ തക്കം. പക്ഷികൾ ഇപ്പോഴാ കുട്ടികളെ നോക്കിയിരിക്കുകയാണ്. ഹായ്, കിട്ടിപ്പോയി കിട്ടിപ്പോയി. അയ്യോ, നോക്കിക്കേ,
ദേണ്ടൊരു വേടൻ. ഏ, അയ്യോ അയ്യോ, ഓടിക്കോ. പാവം, അതിന്റെ കുഞ്ഞുങ്ങൾ ഈ മരത്തിലുണ്ടല്ലോ. ഇനി അതിനെ ആര് നോക്കും? കിളിയെ രക്ഷിക്കാൻ പറ്റിയില്ല. അയ്യോ, ഇനി ആ പക്ഷി കുഞ്ഞുങ്ങൾ എന്തു ചെയ്യും? ആ കുഞ്ഞുങ്ങളെ നമുക്ക് രക്ഷിക്കാം. അതേ ദേവു, നമ്മൾ ഇതിനെ നോക്കും. നമുക്ക് വളർത്താം. അങ്ങനെ ദേവൂട്ടിയും കൂട്ടുകാരും കൂടി കിളിക്കുഞ്ഞുങ്ങളെ വളർത്തുവാൻ തീരുമാനിച്ചു. കുട്ടികൾ ഓരോ ദിവസവും അവയ്ക്ക് തീറ്റ കൊടുത്തു തുടങ്ങി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം കിളിക്കുഞ്ഞുങ്ങളെല്ലാം പറക്കുവാൻ പാകമെത്തി. നിങ്ങൾ ദൂരേക്ക് പറന്നു പൊയ്ക്കോ. ഇവിടെ നിന്നാൽ നിങ്ങളെയും ആൾക്കാർ പിടിച്ചോണ്ട് പോകും. ദൂരെ ഒരു വലിയ കാടുണ്ട്. അവിടെ നിങ്ങൾക്ക് നിറയെ കൂട്ടുകാരെ കിട്ടും. അങ്ങോട്ട് പൊക്കിയോട്ടോ. പക്ഷിക്കുഞ്ഞുങ്ങൾ അവരുടെ ചിറകുകൾ വിടർത്തി ദൂരേക്ക് പറന്നു പോകുന്നത് ദേവൂട്ടിയും കൂട്ടുകാരും നോക്കി നിന്നു. എന്തിനാ കരയുന്നേ? മീൻ വെട്ടിക്കൊണ്ടിരുന്നപ്പോ നിനക്കുള്ളത് തന്നതല്ലേ. പൊയ്ക്കോ. അമ്മേ, മീൻ പൊരിച്ചു കഴിഞ്ഞോ? ഇല്ലല്ലോ. എന്താണാവോ? ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ കുറച്ചു നേരം കളിച്ചോട്ടെ? രണ്ടുപേരും പഠിച്ചു കഴിഞ്ഞെങ്കിൽ പോയി കളിച്ചോളൂ. ഓക്കെ അമ്മേ. പാവേ, താഴെ ഇറക്കി ചേച്ചി. ഇല്ല, താഴെ ഇറക്കില്ല. നീ എടുക്കില്ലേ? എപ്പോഴും ചേച്ചിയല്ലേ എടുത്ത് കളിക്കുന്നത്. കുറച്ചു നേരം ഞാനും കളിക്കട്ടെ? വേണ്ട, നീ എടുത്ത് കളിച്ചാൽ ഇത് നിലത്തിട്ട് ചെളിയൊക്കെ നശിപ്പിക്കും. ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല ചേച്ചി. നീ അത് എനിക്ക് താ. ഇല്ല, ഞാൻ തരില്ല. നീ പോ. ഇവിടെ തരാൻ. എന്റെ പാവയെ തന്നില്ലെങ്കിൽ നല്ല ഇടി ഞാൻ തരും. തരില്ല ഞാൻ. എന്നെ ഇടിച്ചാൽ ഞാനും പിടിക്കും. എന്തൊരു ബഹളം! ഈ പിള്ളേരെന്താ ഇങ്ങനെ? മാളു, എന്താ അവിടെ? എന്റെ പാവയാ, ഇവൻ തരുന്നില്ല അച്ഛാ. ഇല്ല, തരില്ല. അങ്ങോട്ട് ചെല്ലാതെ രക്ഷയില്ല. പിള്ളേർ എന്നെ കൊണ്ട് വടി എടുപ്പിക്കും. എന്താ എന്താ ഇവിടെ? അമ്മ, ഇവൻ എന്റെ പാവയെ. മിണ്ടരുത്. ഇനി രണ്ടുപേരുടെയും ശബ്ദം ഇവിടെ കേട്ടു പോകരുത്. പാവയെ അവിടെ വയ്ക്ക്. ഇല്ല, ഇവിടെ വെച്ചാ ഇവൻ എടുക്കും. മര്യാദയ്ക്ക് പറഞ്ഞതനുസരിച്ചോ? എന്താ മക്കളെ ഇത്? നിങ്ങൾ എന്താ ഇങ്ങനെ വഴക്ക് കൂടുന്നത്? ചേച്ചിയും അനുജനും എപ്പോഴും നല്ല കൂട്ടുകാരായിരിക്കണ്ടേ? ഈ മാളു ചേച്ചി നീ പാവയെ തരുന്നില്ല അച്ഛാ. എന്താ മോളെ, നീ അപ്പൂന് പാവയെ കൊടുക്കാത്തത്? ഇവന് കൊടുത്ത ഇതിനെ നിലത്തിട്ട് ചെളിയാക്കി ഇതിനെ നശിപ്പിക്കും അച്ഛാ. ഈ മാളു ചേച്ചി നീ പാവയെ തരുന്നില്ല അച്ഛാ. മാളു, നിനക്ക് വാങ്ങി തന്ന ഈ പാവ രണ്ടുപേർക്കും കൂടി കളിക്കാനുള്ളതാ. ഈ പാവയ്ക്ക് വേണ്ടി എന്നും ഇവിടെ വഴക്കാ. ഇനി നിങ്ങൾ വഴക്ക് കൂടരുത്. ഇവിടെ എന്തുണ്ടെങ്കിലും അത് നിങ്ങൾ രണ്ടുപേർക്കും കൂടി ഉള്ളതാ. എന്ത് കിട്ടിയാലും പരസ്പരം പങ്കുവെക്കാൻ നിങ്ങൾ പഠിക്കണം. പരസ്പരം സ്നേഹിച്ചും പങ്കുവെച്ചും നല്ലവരായി വളരണം. സോറി അച്ഛാ, ഇനി ഞങ്ങൾ വഴക്കുണ്ടാക്കില്ല. അപ്പുക്കുട്ട, ഇതാ പാവ, നീ കളിച്ചോ. നമുക്ക് രണ്ടുപേർക്കും കൂടെ കളിക്കാം. ചിന്നു, സൂക്ഷിച്ച്. അവന്റെ മാന്തല് കിട്ടാതെ നോക്കണേ. ആ അമ്മേ. അങ്ങനെ. ഹായ്, കൊള്ളാലോ, നല്ല കളി. ഒന്ന് പോയി നോക്കിയാലോ? എന്നെയും കൂട്ടുമായിരിക്കും. അവരുടെ രസകരമായ കളിയും തന്റെ വിശപ്പും കാരണം നായ്ക്കുട്ടി ഗേറ്റ് കടന്ന് വീടിന്റെ മുറ്റത്തേക്ക് മാലാട്ടിക്കൊണ്ട് ചെന്നു. ഇവനാരാ? മുമ്പെങ്ങും ഇവിടെ കണ്ടിട്ടില്ലല്ലോ. എനിക്ക് വരാവോ?
പണി പാളി. ഇനി എന്റെ കാര്യം ഗോവിന്ദ. നിന്നോട് ആരാ കണ്ട ചാവാലിപ്പട്ടിയൊക്കെ തൊടാൻ പറഞ്ഞത്? നല്ല തല്ല് വെച്ചേരും ചിന്നു. ഇങ്ങ് വന്നേ, കൈ കഴുകി തരാം. ചിന്നുവിന് സങ്കടമായി. ഔ, രക്ഷപ്പെട്ടു. പാവം നായ്ക്കുട്ടി ഗേറ്റിന് പുറത്തു ചെന്ന് വീട് നോക്കിയിരിപ്പായി. അയ്യേ കഷ്ടം. നീ എന്തൊരു മണ്ടനാടാ. ക്ഷണിക്കാത്ത സ്ഥലത്ത് ആരേലും വലിഞ്ഞു കയറി വരോ? നീ എന്താ ഇങ്ങനെ പറയുന്നത്? എന്നോടും കുറച്ച് കരുണയൊക്കെ കാണിച്ചൂടെ അവർക്ക്? അതിന് നിന്നെ കാണാൻ ഒരു വൃത്തിയില്ലല്ലോ. എന്നെ നോക്ക്, ഞാൻ എത്ര വെളുത്തിട്ടാ. കാണാൻ എന്തൊരു മെനയാ എനിക്ക്. നീ വേഗം സ്ഥലം വിടാൻ നോക്ക്. നായ്ക്കുട്ടിയെ കളിയാക്കിയ ശേഷം അഹംഭാവത്തോടെ പൂച്ചക്കുട്ടി വീടിനകത്തേക്ക് പോയി. ചിന്നുവിനെ കണ്ട നായ്ക്കുട്ടി സ്നേഹത്തോടെ വാലാട്ടി എഴുന്നേറ്റ് നിന്നു. അത് കണ്ട ചിന്നുവിന് എന്തെന്നില്ലാത്ത സന്തോഷവും. നായ്ക്കുട്ടാ വാ, നിനക്ക് വിശക്കുന്നുണ്ടോ? ഇതെല്ലാം ഒളി കണ്ടിട്ട് നോക്കിക്കൊണ്ടിരുന്ന പൂച്ചക്കുട്ടി ചിന്നുവിന്റെ പിന്നാലെ കൂടി. ചേടാ, ഇത് വലിയ പൊല്ലാപ്പായല്ലോ. ഇനി എന്തൊക്കെ സംഭവിക്കുമോ ആവോ. നിന്നോടല്ലേ പറഞ്ഞ സ്ഥലം വിടാൻ? നീ ഇതുവരെ പോയില്ലല്ലേ? ഇവിടത്തെ കുട്ടിക്ക് എന്നോട് സ്നേഹമുള്ളതായി തോന്നി. നോക്കിക്കോ, ഞാനിപ്പോ കാണിച്ചു തരാം. നീ വയറ് നിറച്ച് കഴിച്ചോളൂ കേട്ടോ. ചിന്നു, നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ? വല്ല അസുഖം വരുത്തി വെക്കും. അങ്ങനെ തന്നെ വേണം. എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. നിനക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എന്തോ നാടേ, നിന്റെ തലയിൽ കളിമണ്ണാണോ? അടി കെട്ടണ്ടാലും ഇവിടെ നിന്ന് വേഗം പൊയ്ക്കോ. നായ്ക്കുട്ടി വേറെ മാർഗമില്ലാതെ വിഷമിച്ചു അവിടെ നിന്ന് പോയി. ഇത് കണ്ട പൂച്ചയ്ക്ക് സന്തോഷമായി. അമ്മേ, ഞാൻ ഷാരിയുടെയും ലല്ലുവിന്റെയും കൂടെ കളിക്കാൻ പൊയ്ക്കോട്ടെ? പൊയ്ക്കോ, പക്ഷെ സന്ധ്യക്ക് മുമ്പ് തിരിച്ചു വരണം കേട്ടോ. ആ അമ്മേ, വേഗം വരാം. ആ, ഞാനെണ്ണ, നിങ്ങൾ വിളിച്ചോ. 1 2 3 4 5 6 7 8 9 10. അയ്യോ അയ്യോ, ആ അമ്മേ, അയ്യോ അയ്യോ ചിന്നു. അയ്യോ ചിന്നു, എനിക്ക് പേടിയാവുന്നു. കുഴിയിൽ നിന്നും കയറാൻ കഴിയാതെ ചിന്നു കരയാൻ തുടങ്ങി. അയ്യോ, നമുക്ക് വീട്ടിൽ പോവാം. ഓടിക്കോ. അമ്മേ. അങ്ങനെ കൂടെയുണ്ടായിരുന്ന കൂട്ടുകാരും ഓടി രക്ഷപ്പെട്ടു. അയ്യോ, ഇവനെന്തായി കാണിക്കുന്നത്? വിശപ്പ് തലയ്ക്ക് പിടിച്ച് ഇവന് വട്ടായോ? എന്താ ഇത്? എന്താടാ, എന്തു പറ്റി നിനക്ക്? എന്തോ ഉണ്ട്, ഇല്ലെങ്കിൽ ചിന്നുവിന്റെ അമ്മ പിറകെ പോവില്ല. എന്തായാലും കൂടെ പോകുന്നതാണ് ബുദ്ധി.
അയ്യോ അമ്മേ. മോള് കരയണ്ട കേട്ടോ. എന്താ പേടിച്ചോ? സാരമില്ല, അമ്മ എത്തിയില്ലേ, കരയണ്ട. പോട്ടെ പോട്ടെ കേട്ടോ. നീയാണ് എന്റെ മോളെ രക്ഷിച്ചത്. നീ ഞങ്ങളുടെ വീട്ടിൽ കഴിഞ്ഞാ മതി. പൊന്നു മുതൽ ഇവനും വീട്ടിലുണ്ടാകും. നേരത്തെ അവനെ പരിഹസിക്കണ്ടായിരുന്നു. ഷേ, ആകെ ചമ്മലായല്ലോ. ചിന്നുവും അമ്മയും നായ്ക്കുട്ടിയും കൊണ്ട് വീട്ടിലേക്ക് പോയി. കൂട്ടുകാരാ, ഞാൻ നേരത്തെ എന്തൊക്കെയോ നിന്നോട് പറഞ്ഞു. അതൊന്നും മനസ്സിൽ വെച്ചേക്കല്ലേ പ്ലീസ്. വിവരദോഷികൾ പറയുന്നതും കാണിക്കുന്നതും ഞാൻ കണക്കിലെടുക്കാറില്ല. അനിയ, മുട്ടായി ഇതുവരെയും തീർന്നില്ലേ? ഇല്ല അപ്പുച്ചേട്ടാ. ഹോ, ഞാൻ മുട്ടായി ആദ്യമേ തിന്നണ്ടായിരുന്നു. കിട്ടുണ്ണി, നിന്റെ മുട്ടായിയുടെ പാതി എനിക്ക് തരാമോ? ഇല്ല, ഞാൻ തരില്ല. പകുതി മുട്ടായി എനിക്ക് തന്നാൽ ഞാൻ നിനക്ക് പഴുത്ത പേരയ്ക്ക പറിച്ചു തരാം. എവിടെ നിന്ന് പേരയ്ക്ക കൊണ്ടുതരും? ചേട്ടൻ കള്ളം പറയണതാ. മൂത്തവർ കള്ളം പറയരുത്. ഞാൻ നുണ പറഞ്ഞതല്ല കിട്ടു, സത്യമാ പറഞ്ഞത്. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. ശരി, എന്നാൽ എന്റെ കൂടെ വാ. ആ ദേ കിട്ടു, നോക്കിയേ, നിറയെ പേരയ്ക്ക. ഹായ് ഹായ് അയ്യാ, എന്തുമാത്രം പേരയ്ക്ക! ഇത് മൊത്തം നമുക്ക് പറിക്കാം ചേട്ടാ. അതിനെന്താ, നിനക്ക് വേണ്ട അത്രയും നമുക്ക് പറിക്കാം. മുട്ടായി പകുതി താ. ദേ നോക്ക് കിട്ടു, ഒരു തത്ത. പേരമരത്തിലൊരു തത്ത. ശരിയാണല്ലോ, എന്ത് ഭംഗിയുള്ള തത്ത. ഹായ് ഹായ്, നമുക്കതിനെ പിടിക്കാൻ പൂച്ചേട്ടാ. നോക്ക് കിട്ടു, തത്തമ്മ തെങ്ങിന്റെ പൊത്തിൽ കയറി. എനിക്കതിനെ വേണം. നമുക്ക് തെങ്ങ് കയറുന്ന കണാരൻ മാമനെ വിളിച്ചോണ്ട് വരാം, വാ. എന്താ മക്കളെ? അത് ഞങ്ങൾക്കൊരു തത്തയെ പിടിച്ചു തരാമോ? തത്തയോ? അയ്യോ, ഞാനിപ്പോ എവിടെ നിന്ന് തത്തയെ പിടിച്ച് തരാനാ മക്കളെ? തത്ത ഒരിടത്തുണ്ട്, ഞങ്ങളുടെ കൂടെ വന്നാ മതി. വരാം. എവിടെ വരേണ്ടത്? കിട്ടുണ്ണിയും അപ്പുണ്ണിയും കൂടി കണാരമ്മാമനെയും കൊണ്ട് പേരമരത്തിന്റെ അടുത്തേക്ക് നടന്നു. കിട്ടുണ്ണി തൊട്ടടുത്തുള്ള മണ്ടയില്ലാത്ത തെങ്ങിനെ ചൂണ്ടി പറഞ്ഞു, ആ തെങ്ങിലാ തത്ത ഉള്ളത്. ഇതാ നിങ്ങളുടെ തത്ത. തത്തയെ ഇടാൻ കൂടുണ്ടോ? ഉണ്ട്, കൂടുണ്ട്. പൂച്ചയെ ഇട്ടിരുന്ന കൂടുണ്ട്. തത്തയെ കിട്ടിയേ, തത്തയെ കിട്ടിയേ, പച്ച നിറമുള്ള തത്തയെ കിട്ടിയേ. തത്തയെ കിട്ടിയേ, തത്തയെ കിട്ടിയേ, പച്ച നിറമുള്ള തത്തയെ കിട്ടിയേ. പാലും കൊടുക്കും ഞാൻ, പഴവും കൊടുക്കും ഞാൻ. തത്തയെ കിട്ടിയേ, തത്തയെ കിട്ടിയേ, പച്ച നിറമുള്ള തത്തയെ കിട്ടിയേ. നോക്ക് തത്തപ്പെണ്ണെ, നിനക്ക് എന്തൊക്കെയാ കൊണ്ടുവന്നിരിക്കുന്നതെന്ന്. നോക്ക് ചേട്ടാ, തത്ത വലിയ സന്തോഷത്തിലാ. കൂടെ ഒത്തിരി ഇഷ്ടമായി കാണും. അതെ അതെ, തത്തമ്മ വലിയ സന്തോഷത്തിലാണ്. ഒരു കുറുമ്പി പൂച്ച ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പുണ്ണിയും കിട്ടുണ്ണിയും അവിടുന്ന് പോയ തക്കം നോക്കി
കുറുമ്പി പൂച്ച അവിടേക്ക് എത്തി. പൂച്ചയെ കണ്ട തത്ത ഭയന്നു. പേടിക്കണ്ട പേടിക്കണ്ട, എന്റെ കൂട്ടിൽ ആരായിരിക്കുന്നെന്ന് അറിയാനായി വന്നതാ. ചങ്ങാതി, എന്നെ ഒന്ന് സഹായിക്കാമോ? ഞാനെന്ത് സഹായിക്കാൻ? എന്നെ ഒന്ന് പുറത്തിറക്കാമോ? നിനക്കങ്ങ് ഇറങ്ങിയേ പോരെ, ഞാൻ തനിച്ചാണല്ലോ ഇറങ്ങുന്നത്. അയ്യോ ചങ്ങാതി, എന്നെ ആ കുട്ടികൾ പൂട്ടിയിട്ടിരിക്കുകയാണ്. എനിക്ക് ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. ഓ അതെയോ, കഷ്ടമായി പോയി. പാവം, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് പൂട്ട് തുറക്കാൻ അറിയില്ല. നോക്ക് കൂട്ടുകാരാ, ഞാൻ ഉയരങ്ങളിൽ പറക്കാൻ കൊതിച്ചവളാണ്. പുഞ്ചപ്പാടത്തെ കതിര് കൊതിയോടെ കഴിച്ചതും അടുത്ത പേരയ്ക്ക് തിന്നും സ്വന്തമായി കൂട് വെച്ച് ജീവിക്കാൻ ആഗ്രഹിച്ച ഒരു പാവമാണ്. ഇനി ഞാൻ എങ്ങനെ ചിറക് വിടർത്തി പറക്കും? ഇനി ഞാൻ എങ്ങനെ ലോകം കാണും? ഇനി ഞാൻ ശരി, വേണേൽ ഞാനൊരു സൂത്രം പറഞ്ഞു തരാം. നീ നന്നായി ഒന്ന് അഭിനയിക്കണം, പിന്നെ 2 ദിവസം പട്ടിണിയും കിടക്കണം. പറ്റോ? പറ്റും. പുറത്തു പോകാൻ പറ്റുമെങ്കിൽ എന്ത് വേണേലും ഞാൻ ചെയ്യാം. ഇപ്പോൾ മുതൽ നീ ഒന്നും കഴിക്കരുത്, ശബ്ദിക്കുകയും ചെയ്യരുത്. അത്രയും പറഞ്ഞ് കുറുമ്പിപ്പൂച്ച അവിടെ നിന്ന് പോയി. അടുത്ത ദിവസം രാവിലെ അപ്പുണ്ണിയും കിട്ടുണ്ണിയും കൂട്ടിൽ വന്ന് നോക്കുമ്പോൾ തത്ത ശബ്ദമൊന്നും ഉണ്ടാക്കാതെ ഇരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം കൊടുത്ത പഴവും കഴിച്ചിട്ടില്ല. ഇതെന്ത് പറ്റി? നിനക്ക് വിശപ്പില്ലേ? അതോ ഈ ആഹാരം ഇഷ്ടപ്പെട്ടില്ലേ? ശരി, വേറെ തരാം. അപ്പുച്ചേട്ടാ, തത്തമ്മ ഒന്നും തിന്നണില്ലേ? ഇല്ല കിട്ടു, അതിന് വയ്യായിരിക്കും. ചേട്ടാ, കൂട് തുറക്ക്. അയ്യോ കിട്ടു, നമ്മുടെ തത്ത. ആകാശത്തേക്ക് പറന്നുയർന്ന തത്തയെ കണ്ട് അപ്പുണ്ണിയും കിട്ടുണ്ണിയും ഞെട്ടി. കിട്ടുണ്ണി കരയാൻ തുടങ്ങി. അപ്പുണ്ണി കിട്ടുണ്ണിയെ ആശ്വസിപ്പിച്ചു. അയ്യോ, നമ്മൾ തത്ത പറന്നുപോയി. അയ്യോ, അത് പൊയ്ക്കോട്ടെ കിട്ടു. അതിന് പുറത്ത് ജീവിക്കാനായിരിക്കും ഇഷ്ടം. അത് പൊയ്ക്കോട്ടെ.